സർക്കാരിൻ്റെ ഒരു ബോട്ട് കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു തുച്ഛമായ നിരക്കിൽ നമുക്ക് ഈ ആലപ്പുഴയൊക്കെ ചുറ്റിക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. നമുക്ക് പോയാലോ ഒന്ന് അതിൽ കയറി. ഹലോ സർ, നമ്മൾ ഈ ബോട്ട് കണ്ടിട്ട് കയറിയതാണ്. ഇത് ബോട്ടിന്റെ പ്രത്യേകത എന്താണ്? ബോട്ട് സംസ്ഥാന സർക്കാരിന്റെ ജലഗതാഗത വകുപ്പിലൂടെ പുതിയ ഇറക്കിയിരിക്കുന്ന ഒരു നൂതന വിനോദസഞ്ചാര സംരംഭമാണ്. അതായത് ചെലവ് കുറഞ്ഞ നിരക്കിൽ 5 മണിക്കൂർ കൊണ്ട് 50ഓളം കിലോമീറ്റർ കറങ്ങാൻ പറ്റുന്ന, അതായത് ആലപ്പുഴയിൽ ഒരു വ്യക്തി വന്നാൽ അദ്ദേഹം കണ്ടിരിക്കേണ്ട ആലപ്പുഴയിലെ പ്രസക്തമായ എല്ലാ പ്രദേശങ്ങളിലൂടെയും 5 മണിക്കൂർ സമയം കൊണ്ട് കറങ്ങുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകതയുള്ള ഒരു ബോട്ട്, അതും വളരെ ചെലവ് കുറഞ്ഞ നിരക്കിൽ. ഇവിടെ നമ്മുടെ യാത്രക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് പേര്. ഈ ഹൗസ് അല്ല, ഈ ബോട്ട് ഹൗസ്ഫുൾ ആണ്. അതെ, ഞങ്ങളൊരു യൂണിറ്റ് ആയിട്ടാ, കുടുംബശ്രീ യൂണിറ്റ്. അത് ഞങ്ങൾ 16-18 പേര്. അതെ, സ്ത്രീകളാണ് കൂടുതലും. തകർക്കണം. എന്റെ പേര് പ്രസന്ന. പന്തളാണ്. അപ്പൊ അവിടെ ആരാ ജയിക്കുക എന്തെങ്കിലും അറിയാമോ? മനസ്സിലോ എന്നോട് മാത്രം പറഞ്ഞു. അത് വേണ്ട, എനിക്കറിയാലോ, അതുകൊണ്ട് ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ മുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. അത് നമ്മളിപ്പോ ഉള്ളത് ഈ ബോട്ടിന്റെ AC-ലാണ് അല്ലേ? AC കമ്പാർട്ട്മെന്റിലാണ്. അതെ അതെ. നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും എത്ര സർവീസ് നടത്താറുണ്ട്? എല്ലാ ദിവസവും ഒരു സർവീസാണ് ഉള്ളത്. ഇതുകൂടാതെ വേറൊരു സർവീസും ഉണ്ട്. എത്ര മണി തുടങ്ങിയാണ്? 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 4 മണി വരെയാണ്. പുറത്തുനിന്നും കൂടുതലും കേരളത്തിൽ നിന്ന് ഉള്ളതാണ്. ഈ യാത്രക്കിടയിൽ അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അല്ലേ? 5 സ്റ്റാഫ് ഉണ്ട് ഇവിടെ. ക്യാപ്റ്റന്റെ സ്ഥലം എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെ ആലപ്പുഴ. ആലപ്പുഴ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാറുണ്ടോ? ആര് ജയിക്കും? ആര് ജയിക്കണം എന്ന് പറയാൻ അത് സീക്രട്ടാ, പറയാൻ പറ്റില്ല. നല്ല ശക്തമായ മത്സരം. ഞാൻ വയനാട് ജില്ലയാണ്. 10 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള വയനാട് ജില്ലയിൽ വയനാട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ ഒരു MP ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ദുഃഖം. ഒന്ന് പുറത്തുനിന്ന് വന്ന രാഹുൽ ഗാന്ധി, രണ്ടാമത് വന്ന ആനി രാജ, മൂന്നാമത് വന്ന സുരേന്ദ്രൻ. 3 പേരും വയനാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നവരായിട്ട് ആരുമില്ല. വയനാടിൻ്റെ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇതേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് ശക്തമായ ഒരു മത്സരം അവിടെ സാധ്യതയുണ്ട്.